നമസ്കാരം. ദേവകിക്കുണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ തട്ടുമെന്ന അശരീരി കേട്ട കംസന്റെ അവസ്ഥയിലാണിപ്പോൾ സഖാവ് ഗോവിന്ദൻ. എവിടെ പിള്ളേര് കരഞ്ഞാലും കാലെ പിടിച്ച് നിലത്തടിക്കുന്ന അവസ്ഥയിലായി. പിന്നെ ഞൊട്ടും. UDF 100-ൽ പൊട്ടും എന്നൊക്കെയാണ് ഗോവിന്ദൻ പറയുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ മൂന്നാം പിണറായി പിന്നെയും വരുമെന്നാണ് ഗോവിന്ദൻ്റെ കട്ടായം. UDFകാർ 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് ഈ കലി തുടങ്ങിയത്. ഗോവിന്ദൻ പറഞ്ഞാൽ ഫലിക്കാത്തതായി ഒന്നുമില്ല. ഇന്നു വരെയുള്ള അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ഒന്നും തന്നെ തെറ്റിയിട്ടില്ല. ഗോവിന്ദൻ്റെ കട്ടായവും പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയും മരുമകൻ്റെ ഭരണമികവും ഒരിടത്ത് സംഗമിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ എങ്ങനെ വീണ്ടും വരാതിരിക്കും? വിജയം പിന്നെയും പടിവാതിലിൽ വന്ന് ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുന്നത് പോലെയാണ് ഗോവിന്ദൻ്റെ തോന്നൽ. എല്ലാം പിണറായിയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഗോവിന്ദൻ. ബേബി എന്ന് കേൾക്കുമ്പോൾ പുല്ലുവിലയാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ താഴെയായി മാറി ദേശീയ സെക്രട്ടറി ബേബി. വെറുതെ അവധൂതനെ പോലെ ഇങ്ങനെ നടക്കുകയാണ് പാവം. ഈ നാട്ടിൽ നടക്കുന്നതൊന്നും പുള്ളി അറിയുന്നില്ല. മൊത്തത്തിൽ സഖാക്കൾക്കെല്ലാം ഒരു ഗ്ലാനി സംഭവിച്ചിരിക്കുന്നു. മന്ത്രിമാർക്കും ഒരു തണുത്ത മുഖമാണ്. തുടുത്ത കവിളുകൾ ഒട്ടിയിരിക്കുന്നു. നുണക്കുഴി മാഞ്ഞു പോയിരിക്കുന്നു. ഏന്തി വലിഞ്ഞുള്ള നടത്തം. പഴയ ഗ്ലാമർ ഒന്നുമില്ല നമ്മുടെ മന്ത്രിമാർക്ക്. രക്തപ്രസാദമില്ലാത്ത മുഖമാണ് സകലതിനും. അധികാര ചിഹ്നങ്ങളെല്ലാം ഒരു കൈപ്പാടകലത്തിൽ വിട പറയാൻ കാത്തു നിൽക്കുന്നു. ഇരുൾ വീണ വഴികളിലേക്ക് നോക്കുമ്പോഴുള്ള നിരാശ. വീണ ജോർജിനോട് ഒരു അഭിമുഖക്കാരൻ ചോദിക്കുന്നത് കേട്ടു, പാർട്ടി താഴെത്തട്ടിലെ സംവിധാനങ്ങളെല്ലാം പാളിയോ എന്ന്. ഹേയ്, എല്ലാം നല്ല ബലത്തിലാണെന്നാണ് ഇപ്പോഴും വീണ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകൾ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ എന്നായിരുന്നു ചോദ്യം. ഈ 5-ഉം പിന്നെ വേറെ 2-ഉം കൂടി പിടിച്ചെടുത്താണ് ആൻ്റണി MP ആയത് എന്ന് ഈ പാവത്തിനറിയില്ല. ആറന്മുളയിലെ സത്രക്കടവിൽ പള്ളിയോടങ്ങൾ കുതിച്ചു പാഞ്ഞെത്തുന്ന അടുത്താണ്ടിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് വീണ ജോർജ് ആയിരിക്കുമോ? മന്ത്രിയുടെ സൂംബാ നൃത്തത്തെ പരിഹസിച്ച് ഡോക്ടർ SS ലാലിട്ട പോസ്റ്റ് മാത്രം വായിച്ചാൽ മതി ഈ മന്ത്രിയുടെ മികവറിയാൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് കുമ്മിയടിയുമായി ഇറങ്ങിയത് നാട്ടുകാരെ പറ്റിക്കാനെന്നായിരുന്നു അദ്ദേഹം തീർത്തു കുമിറ്റിയത്. ആരോഗ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥത കാരണം സർക്കാർ ആശുപത്രികളിൽ പാവൻ രോഗികൾ മരിക്കുകയാണ്. 10 വർഷം ഒന്നും ചെയ്യാതിരുന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരോഗ്യരംഗത്തെ ഇത്രയധികം തകർത്ത ഒരു സർക്കാരില്ലെന്നും 42 വർഷമായി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടറായ അദ്ദേഹം പറയുന്നു. ഈ വീണ വീണ്ടും ആറന്മുളയിൽ ഇറങ്ങുകയാണത്രേ. ഒരു പാർട്ടിയുടെ ഗതികേടും ഓരോരുത്തരുടെ യോഗവും നോക്കണേ. പിണറായി വിജയൻ സർക്കാർ പണിത റോഡിൽ നിന്നും എന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ തടഞ്ഞു എന്ന വിവരക്കേട് പറഞ്ഞ മന്ത്രിയാണ് വീണ ജോർജ്. നാളെ കോഴഞ്ചേരി പാലത്തിൽ നിന്നും ആരെങ്കിലും പാർട്ടിക്കെതിരെ പറഞ്ഞാലും ഇവർ ഇതുതന്നെ പറയും. രാഷ്ട്രീയ പക്വതയില്ലാത്ത തണലത്തെ വിപ്ലവകാരിയാണ് വീണ ജോർജ്. പണ്ട് പെരുന്തച്ഛൻ ഉണ്ടാക്കിയ പോലൊരു പാവയെ കോഴഞ്ചേരി പാലത്തിൽ വയ്ക്കണം പണി തീരുമ്പോൾ. പിണറായി സർക്കാരിനെ വിമർശിക്കുന്നവർ പോകുമ്പോൾ പാവ അവരുടെ മുഖത്ത് വെള്ളം തൂപ്പട്ടെ. മറ്റൊരു മന്ത്രിയായ ശിവൻകുട്ടി ആദ്യം പറഞ്ഞത് എനിക്ക് വേണ്ട നിയമം എന്നായിരുന്നു. ഞാൻ മത്സരിക്കാനില്ലേ എന്നായിരുന്നു പറച്ചിൽ. ശിവൻകുട്ടി പ്രതിപക്ഷത്തില്ലെങ്കിൽ ആരുണ്ട് ഡെസ്കിന്മേൽ ഡാൻസ് ചെയ്യാനും പിണറായിക്ക് കവചമാകാനും? ശിവൻകുട്ടി മാമൻ്റെ മുട്ടയവിയലും വീണമന്ത്രിയുടെ ബിർണാണിയും കഴിച്ച് കേരളത്തിലെ പിള്ളേരുടെ ആരോഗ്യമൊന്ന് കാണണം. പാഴ്നിലാവിൻ്റെ നൊമ്പരം പോലെയാണ് ഈ 2 മന്ത്രിമാരും. ബിന്ദു ഇനിയും മത്സരിക്കണം. നമുക്ക് ഉന്നത വിദ്യാഭ്യാസം തുളുമ്പാതെ തലയിൽ വെച്ച് ചുമ്മാൻ വേറെ ആരുണ്ട്? ഭരണം കാശിന് 16 ആണെങ്കിലും എന്തെല്ലാം കലകളറിയാം ബിന്ദുവിന്. നളചരിതം 4-ാം ദിവസം ഇതുവരെ ആടിത്തീർന്നിട്ടില്ല. UDF 100 സീറ്റ് കൊണ്ടുപോകുമെന്ന് കട്ടായം പറഞ്ഞപ്പോൾ മുതൽ ഗോവിന്ദൻ സമനില തെറ്റിയ പോലെയായി. പിണറായി വിജയൻ്റെ കണ്ണിലും കാലിലും നോക്കിയിരിക്കുകയാണ് ഗോവിന്ദൻ. പിണറായി പിന്നെയും നയിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ഉറങ്ങാൻ വേറെ കള്ളു വേണമെന്ന് പറഞ്ഞ അവസ്ഥയിലായി ഇപ്പോൾ CPM. പുതിയ ഗർഭങ്ങൾ ഒന്നുമില്ല. എന്നാൽ സതീശനെ പിടിക്കാൻ CBIയെ വരുത്താമെന്ന് കരുതിയെങ്കിലും അതും തിരിച്ചടിയായി. വെറുതെ ഞങ്ങളൊന്ന് പറഞ്ഞപ്പോഴേ ആ ഗർഭശ്രീമാൻ രാഹുലിനെ ഈ കോൺഗ്രസ്സുകാർ പടിക്ക് പുറത്താക്കുകയും ചെയ്തു. ജനങ്ങൾക്കാണെങ്കിൽ 200 രൂപ കൂട്ടിക്കോത്താലെന്നും പഴയ പോലെ നന്ദിയില്ല. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതികളൊന്നും ഏറ്റെടുത്ത് കൊടി വീശാനും ഇനിയില്ല. ശബരിമല കൊള്ളയിൽ ഹൈക്കോടതി പരാമർശം നീക്കിക്കിട്ടാൻ പോയ പിണറായിയുടെ KP ശങ്കരദാസിനെ മുതുകള്ള എന്ന് വിളിച്ച് സുപ്രീം കോടതി തന്നെ തല്ലി ഓടിച്ചു. ദൈവത്തെ പോലും വെറുതെ വിടില്ല എന്നായി സുപ്രീം കോടതിയുടെ കമൻറ്റ്. എല്ലാം അവിടെയും അറിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ ബലത്തിൽ 2 പേരെ സംഘടിപ്പിച്ച് മല കയറ്റി വിപ്ലവം നടത്തിയ പുള്ളിയാണ് ഈ പിണറായി എന്ന് ഓർക്കണം. ഇപ്പോഴത് ഓർക്കുമ്പോൾ ശ്രീമതി ടീച്ചറുടെ വരെ കണ്ണുകൾ നിറയുകയാണ്.
എന്നിട്ടും വീണ്ടും വരാൻ താറും പാഞ്ചി ഇരിക്കുകയാണ് പിണറായിയും ഗോവിന്ദനും. ഉച്ചിയിൽ ഉപ്പോളമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ജനവികാരം മനസ്സിലാകാതെ പോകുമോ ഈ നേതാക്കൾക്ക്? നമ്മൾ വീണ്ടും വരുമെന്ന് പറഞ്ഞ് പാവം കമ്മികളെ മൂപ്പിച്ച് നിർത്തുകയാണ്. സത്യം പറഞ്ഞാൽ അവർ വേറെ വല്ല പണിക്കും പോയാലോ? ഞങ്ങളുടെ പിണറായി ഇവിടം സ്വർഗമാക്കിയില്ലേ, പിന്നെന്താ ഞങ്ങൾ വീണ്ടും വന്നാൽ എന്ന മട്ടിലാണ് അന്തങ്ങളുടെ ജീവിതം. വിവരക്കേടിൻ്റെ വിസ്മയത്തുമ്പത്ത് നിൽക്കുന്ന ഈ ഗോവിന്ദനോട് ആര് ഈ സത്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും?